എല്ലാവർക്കും സുപരിചിതമായ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിന് 20-ാം വാക്യമായി. മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ തന്നെ വായിക്കും. ദൈവത്തിന് സ്തോത്രം. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവർ തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഞാൻ വായിച്ചായിരുന്നു, മ്യൂട്ടായിരുന്നെന്ന് കണ്ടില്ല. ഓക്കെ, ഒന്നുകൂടെ വായിച്ചു വന്നേ, ഒന്നുകൂടെ വായിച്ചു. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമുക്ക് നൽകിയൊരു ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. താൻ സ്വകാരോഹണം ചെയ്യുന്നതിന് മുമ്പായി ദൈവത്തിന് സ്തോത്രം 33 വർഷക്കാലം ഈ ഭൂമിയിൽ പാർത്തു. 3.5 വർഷക്കാലം പിതാവ് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷ പൂർത്തീകരിച്ച് പോകുന്നതിന് മുമ്പായി ശിഷ്യന്മാരെ ഉറപ്പിക്കുവാൻ, ഈ അന്ത്യകാലത്ത് എത്തിയിരിക്കുന്ന നമ്മളെ ഉറപ്പിപ്പിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഉറപ്പാണ്. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നാം ഭാരത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും കൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ കർത്താവ് നമുക്ക് നൽകിയ വാഗ്ദത്തമാണ്, ഉറപ്പാണ് നമ്മളെ നിലനിർത്തുന്നത്. ഹല്ലേലൂയ. ഞാൻ പോയതുപോലെ വീണ്ടും വരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വരവ് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെയും ഹല്ലേലൂയ നാം നിസ്സാരമായി എണ്ണും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാം പ്രത്യാശയോടെ നിലനിൽപ്പാൻ തക്കവടയായത്. പൗലോസ് പറയും, നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ ദൈവത്തിന് സ്തോത്രം പ്രതിഫലങ്ങൾ നൽകുവാൻ തക്കവണ്ണം നമ്മളെ ഒരുക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 1 പത്രോസ് 1:7 പറയുന്നു, അല്പകാലത്തേക്ക് നാനാ പരീക്ഷകളാൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വന്നാലും ഭാരപ്പെടേണ്ട, ദൈവത്തിന് സ്തോത്രം. ഇതിനൊക്കെയും പ്രതിഫലം. അതെ, നാം പൊന്ന് തീയിൽ കൂടെ പോകുന്നത് പോലെ നമ്മുടെ വിശ്വാസത്തിന്റെ പരിശോധനയിൽ നാം കടന്നു പോകുമ്പോൾ തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. ദൈവത്തിന് സ്തോത്രം. കഷ്ടങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം കഷ്ടത്തിലേക്ക് നോക്കരുത്, ഭാരത്തിലേക്ക് നോക്കരുത്. അത് പ്രയാസം ഉണ്ടാവും, ദുഃഖമുണ്ടാവും, ഒക്കെയും സത്യമാണ്. എന്നാൽ അതിനപ്പുറമായിട്ട് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം അതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. കാരണം മാത്രമല്ല, ഇത് നമ്മുടെ വിശ്വാസത്തിന്റെ ശോധനയാണെന്നും വിശ്വാസത്തിൽ നാം പൂർണ്ണരായി തീരണമെന്നും നാം ഉറച്ചാൽ കഷ്ടങ്ങൾ നമുക്ക് സാരമില്ലെന്നും അതൊക്കെയായി തീരും. കർത്താവ് അങ്ങനെയാ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവിക വാഗ്ദത്തം കണ്ടപ്പോൾ ക്രൂശിലെ കഷ്ടങ്ങളൊക്കെയും നിസ്സാരമായി കാണുവാൻ തക്കവടയായി. കർത്താവ് സഹിച്ച കഷ്ടങ്ങളൊന്നും നാം സഹിക്കേണ്ടി വരുന്നില്ല. അതിന്റെ ഒരു അംശം പോലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നതിന്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കണം. ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെയും കടന്നു വരുമ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മുടെ കർത്താവ് സഹിച്ച പങ്കപ്പാടുകളെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്നുവാൻ തക്കവടയായിത്തീരും. ഇവിടെ കർത്താവ് പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട്. ഞാൻ വരാമെന്നല്ല, വരുമെന്നല്ല, നാം വരുന്നതിന് മുമ്പ് നമ്മുടെ മധ്യേ നമ്മുടെ കർത്താവ് കടന്നു വന്നിട്ടുണ്ട്. അത് നമ്മുടെ പ്രയലനായാലും നമ്മുടെ കുടുംബ പ്രാർത്ഥനയായാലും നമ്മുടെ സഭാ മീറ്റിങ്ങുകളായാലും ആരാധനകളായാലും എവിടെയായിരുന്നാലും ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആളിന്റെ പെരുപ്പം കൊണ്ട് പെരുപ്പത്തിൽ കർത്താവ് വരുമെന്നല്ല, വരികയില്ലെന്നല്ല, വരും. എന്നാൽ കർത്താവ് പറഞ്ഞു, പെരുപ്പം നോക്കിയിരിക്കണ്ട. ഹല്ലേലൂയ. 1-2 പേർ എന്റെ നാമത്തിൽ കൂടി ഞാൻ അവിടെ മധ്യം ഉണ്ട്. ഹല്ലേലൂയ. യെരൂശലേം ദേവാലയത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതിനടുത്ത് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മാളിമുറിയിൽ കാത്തിരുന്ന് 120 പേരില കർത്താവ് പരിശുദ്ധാത്മാവിനെ അയച്ചത്. കാരണം പെരുപ്പത്തെക്കാൾ അധികമായി ഒരുക്കത്തിനാണ് ദൈവം പ്രാധാന്യം കൊടുക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഒരുക്കത്തിൽ ദൈവം പ്രസാദിക്കുന്നു. ആത്മാക്കളുടെ പെരുപ്പത്തില്ല, അല്ലെങ്കിൽ ആവശ്യബോധത്തിൽ, ഒരുക്കത്തിൽ ദൈവം നമുക്ക് പ്രവർത്തിപ്പാൻ തക്കവടയായിട്ട്. കർത്താവിടെ പറഞ്ഞു, ഹല്ലേലൂയ, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാൻ ഉണ്ട്. നമ്മുടെ ഈ പ്രയറിലും ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം കർത്താവ് കടന്നു വന്നിട്ടുണ്ട്.
ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ബൈസോട് കർത്താവ് കടന്നു വരുന്നത് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടിയാ. നമ്മളെ അറിയുന്ന ദൈവം, നമ്മുടെ ആവശ്യം അറിയുന്ന ദൈവം, അതിന്മേ പ്രവർത്തിപ്പാൻ വേണ്ടിയാ കർത്താവ് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ആ ബോധ്യത്തോടെ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ വിഷയത്തിന് നമുക്ക് മറുപടി പ്രാപിപ്പാൻ തക്കവടിയായി തീരും. കർത്താവ് ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങൾ കർത്താവ് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 37 വാക്യങ്ങൾ. ഒരു ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അതെ, കർത്താവ് പറഞ്ഞു ഒരുക്കത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ വന്നാൽ നിറവോടുകൂടെ കടന്നു പോകാൻ തകടയായി. ശൂന്യമായി കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന് നാം ഒരുക്കത്തോടെ വിശ്വാസത്തോടെ കടന്നു വരുന്നെങ്കിൽ നാം നിറവ് പ്രാപിച്ച് കടന്നു പോകാൻ തക്കപടിയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു വരുന്നത് ആ കൂട്ടം നോക്കിയല്ല, നമ്മെ നോക്കി കടന്നു വരുമ്പോൾ, നമ്മെ ഒരുക്കി കടന്നു വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം നമുക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായി തീരും. ആരാധനയ്ക്ക് പോയാലും കൂടിവരിയിൽ പോയാലും നമ്മുടെ ചുറ്റുപാടുള്ളവരെ നമ്മെ നോക്കി പോകണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പരീശന്റെയും ചുങ്കക്കാരന്റെയും കഥ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പരീശൻ വന്ന് ദൈവത്തിന് സ്തോത്രം ചുങ്കക്കാരൻ വന്ന് ചുറ്റുന്ന അടുത്തുന്ന പരീശനെ നോക്കി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അവന്റെ കുറവുകൾ നോക്കി. ഹല്ലേലൂയ. അവന്റെ ബലഹീനതകൾ നോക്കി. ഹല്ലേലൂയ. അവൻ പാപിയാണെന്ന് സമർത്ഥിച്ച ദിവസം. എന്നാൽ ചുങ്കക്കാരൻ വന്ന തന്റെ പാവം കണ്ടു. പാവം കണ്ടിട്ട് ദിവസം പറഞ്ഞു, ഞാൻ നിന്റെ മുഖത്തേക്ക് നോക്കാൻ യോഗ്യനല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ കുറവുകൾ കണ്ട് ദൈവത്തിൽ കടന്നു വന്ന ചുങ്കക്കാരന് ദൈവത്തിന് സ്തോത്രം വിടുതൽ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകാൻ തയ്യായി തീർന്നു. നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമ്മെ ഒരുക്കി, നമ്മെ കണ്ട്, ഹല്ലേലൂയ, നമ്മെ ക്രമീകരിച്ച് കടന്നു വന്നാൽ ദൈവസന്നിധിയിൽ അനുഗ്രഹം പ്രാപിപ്പാൻ തക്കവടിയാക്കി. ദൈവത്തിന് സ്തോത്രം. കൂട്ടത്തിലല്ല, ആളുടെ ഒരുക്കത്തിലാണ് ദൈവം പ്രവർത്തിപ്പാൻ തക്കവടിയായി തീരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ ദൈവീയ അത്ഭുതങ്ങൾ നമ്മളിൽ വെളിപ്പെടുവാൻ തക്കവടിയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന് പ്രത്യേകമായ ഒരു അഭിഷേകം പറഞ്ഞ കാര്യമില്ല. നമ്മൾ അഭിഷേകം പ്രാപിച്ചവരാ, നമ്മളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം ആ ഒരുക്കത്തോടെ ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ ആയിരിക്കുമ്പോൾ ഈ അനുഗ്രഹങ്ങളെ നമുക്ക് പ്രാപിപ്പാൻ തക്കവടിയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 42-ാം സങ്കീർത്തനത്തിൽ കീർത്തനക്കാരൻ പറഞ്ഞു, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ അവന്റെ സങ്കീർത്തനക്കാരന്റെ ആത്മാവ് ദൈവത്തിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്ന ആ ഒരു വാഞ്ച ദൈവസന്നിധിയിൽ കടന്നു നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവത്തിന് ഒരു അവന് ദാഹം കൂടുമ്പോൾ എവിടെയെങ്കിലും അല്പം വെള്ളം കിട്ടേണ്ടതെന്ന് ഓടി നടക്കുക. ദൈവത്തിന്റെ സ്തോത്രം. അതുപോലെ ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ വലിയ വിടുതൽ പ്രാപിപ്പാനുള്ള ഒരു ആഗ്രഹത്തോടെ, ആവശ്യബോധത്തോടെ, ഒരു വാഞ്ചയോടെ നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ നമുക്ക് അനുഗ്രഹം പ്രാപിപ്പാനും വിടുതൽ പ്രാപിപ്പാനും ഇവിടെയായി തീരും. ദൈവത്തിന് സ്തോത്രം. അത് 84-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യത്തിൽ പ്രകാരം 84-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. നമ്മുടെ ദൈവം ഹല്ലേലൂയ, സുബൂനായ ദൈവം എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയത് ഗൗരവപുത്രന്മാരാ. ദൈവത്തിന്റെ പിതാക്കന്മാർ അനുഭവിച്ച ദൈവത്തിന് സ്തോത്രം വിടുതൽ കണ്ടുകൊണ്ടാണ് അവർ ഈ സങ്കീർത്തനം എഴുതിയത്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പിതാക്കന്മാർ അവര് ദൈവസന്നിധിയില് ദൈവത്തിന് സ്തോത്രം അന്യാഗ്നി കത്തിച്ചത് മൂലം ദൈവ ആക്കി വെച്ച അഭിഷിക്തരായിരുന്ന ദൈവത്തിന് സ്തോത്രം മോശയ്ക്കും അഹരോനുമെതിരെ അധികാരം പിടിച്ചെടുക്കുവാൻ ദൈവത്തിന് സ്തോത്രം കൂട്ടുകെട്ടുണ്ടായി, കൂടുതലുണ്ടാക്കി അവർക്കെതിരെ മത്സരിച്ചപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ വന്നു. ഭൂമി വാവിളർന്ന് അവരെ വിഴുങ്ങി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് കണ്ട കോരവിന്റെ പുത്രന്മാർ ഹല്ലേലൂയ പിതാവിന്റെ കൂട്ടുകെട്ടിന് കൂട്ടു നിൽക്കാതെ അവർ ദൈവസന്നിധിയോട് ചേർന്ന് വന്നു. അവർ സമാഗമന കൂടാരത്തിലേക്ക് ഓടി യാഗപീഠത്തിന്റെ ഉമ്മുകളിൽ പിടിച്ച് അവർക്ക് വിടുതൽ പ്രാപിപ്പാൻ വഴിയായി തീർന്നു. അവർ ഓടുമ്പോൾ അവരോടൊപ്പം ഓടിയവരെ ദഹിപ്പിക്കേണ്ടെന്ന് സ്വർഗത്ത് തീയിറക്കി അവരെ ദഹിപ്പിക്കുമ്പോൾ
ഈ ഹോരകിന്റെ പുത്രന്മാരായ 3 പേർക്കും ദൈവം സംരക്ഷണം നൽകി. ഹല്ലേലൂയ. അതുകൊണ്ട് അവിടെ ആ സംഭവം ഓർത്തുകൊണ്ടാണ് അവിടെ തലമുറകൾ സങ്കീർത്തനം എഴുതുമ്പോൾ അവർ പറയുന്നു, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ഇന്ന് സങ്കീർത്തനം എഴുതുവാൻ പ്രാപ്തരാക്കിയത് ഹല്ലേലൂയ പിതാവിന്റെ കൂട്ടുകെട്ടിന് നിൽക്കാതെ ദൈവത്തെ ഭയപ്പെട്ട് ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് വിടുതലിന് വേണ്ടി സമാപന കൂടാരത്തിൽ ഓടിച്ചെന്ന് ഹല്ലേലൂയ വിടുതൽ പ്രാപിച്ചവരുന്നുണ്ട്. അവരുടെ തലമുറകൾ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ശക്തന്മാരായി ദൈവസന്നിധി പാട്ടുപാടുവാൻ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ദൈവം അവരെ ബലപ്പെടുത്തി. അവർ പറയുന്നു അത് ഈ ദൈവം സൂര്യനാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ദയിപ്പിക്കുന്ന അഗ്നിയ, എന്നാൽ തന്റെ ഭക്തന്മാർക്ക് അത് പരിചയത്തിന് സ്തോത്രം. പൈസു ഹല്ലേലൂയ നേരോടെ നടന്ന് അവൻ ഒരു നന്മയ്ക്കും കുറവ് വരുത്തത്തില്ല. ദൈവത്തിന് സ്തോത്രം. പൈസു ഹല്ലേലൂയ ദൈവസന്നിധി വിശ്വസ്തയോടെ പരമാർത്ഥതയോടെ നടക്കുന്ന അവരെ അവരുടെ തലമുറകൾ മാനിക്കുന്ന ദൈവമാണ്. 10 കൽപ്പനകൾ 5-ാം കൽപ്പന പറയുന്നത് ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പന പ്രകാരം ജീവിച്ചാൽ 1000 തലമുറയെങ്കിലും. ഇന്നും നമ്മൾ ഇസ്രായേലിനെ കാണുന്നത് ദൈവത്തിന് സ്തോത്രം. ആ കേരളത്തിന്റെ പകുതികളുമില്ലാത്ത ഒരു രാജ്യം. ഹല്ലേലൂയ ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന് ഹല്ലേലൂയ മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് വട്ടം വളഞ്ഞ് ഹല്ലേലൂയ അവരെ ആക്രമിക്കുമ്പോൾ തലയൂർത്തി നിൽപ്പാൻ കൊണ്ട് ദൈവം ബലപ്പെടുത്തിയത് അവരുടെ മിടുക്കല്ല. ഹല്ലേലൂയ ദൈവത്തിന് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം, ഹല്ലേലൂയ യാക്കോബിന് കൊടുത്ത വാഗ്ദത്തം, പ്രൈസ് ഹല്ലേലൂയ ഇസ്ഹാക്കിന് കൊടുത്ത വാഗ്ദത്തം, അത് തലമുറയായി അതേ ദൈവത്തിന്റെ സ്തോത്രം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. അവർ ദൈവത്തെ ഭയപ്പെട്ടു, ഹിതപ്രകാരം ജീവിച്ചുകൊണ്ട് തലമുറ നീതിപ്പെടുവാൻ തക്കവടിയായിരുന്നു. നമ്മുടെ ഭക്തന്മാർ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഭയപ്പെട്ട ദൈവ കൽപ്പന പ്രകാരം ജീവിച്ചുകൊണ്ട് നാം നീതിക്കപ്പെടുന്നു. നാം ദൈവസന്നിധിയിൽ ഭയപ്പെട്ട് ദൈവ കൽപ്പന പ്രകാരം ജീവിക്കുമ്പോൾ നമ്മുടെ തലമുറകളെ നീതിക്കപ്പെടുവാൻ തക്കവടിയായിത്തീരും. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കഴിവുകൊണ്ടോ നിൽക്കൊണ്ടോ ഒന്നും സത്യമാകില്ല. ഹല്ലേലൂയ ദൈവീയ സംരക്ഷണവും ദൈവ പരിപാലനവും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ തലമുറകൾ കൊണ്ട് തലമുറയായി അതേ നമ്മളെ മാനിക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവം നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ദൈവ സാന്നിധ്യം നമ്മളുണ്ടെങ്കിൽ ദൈവ ശക്തി നമ്മൾ ഇന്ന് വെളിപ്പെടുവാൻ തക്കവടിയായി തീരും. അതേ പഴയ നിയമ ഭക്തന്മാർ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ഹല്ലേലൂയ അവരോടൊപ്പം ദൈവം മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി അവരോടൊപ്പം ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിലെ വരുന്നത് ചെങ്കടൽ അവരുടെ യാത്രയ്ക്ക് ചെങ്കടൽ തടസ്സമായപ്പോൾ ചെങ്കടലിനെ 2ആയി പിളർന്ന് പെരുവഴി ഒഴുക്കി മരുഭൂമിയിൽ അവരെ യാത്ര നടത്തി. എന്നാൽ അവരെ പിടിച്ചുകൊണ്ടുപോകാൻ വന്ന ഫറവോനെയും സൈന്യത്തെയും ഹല്ലേലൂയ ചെങ്കടലിൽ തള്ളിയിടുവാൻ തുടങ്ങിയായി തീർന്നു. മരുഭൂമിയിൽ അവർക്ക് അധികം മാറായ മതിൽ മാറി കൊടുത്തു. ഹല്ലേലൂയ ഹല്ലേലൂയ ആഹാരത്തിന് ആഹാര സാധനങ്ങൾ ലഭിക്കാൻ സാധ്യമല്ലാത്ത മരുഭൂമിയിൽ മല്ലന്മാരുടെ ആഹാരം അവർക്ക് നൽകി. ദൈവത്തിന് സ്തോത്രം. മന്ന അവർക്ക് നൽകി. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഹല്ലേലൂയ അനുഗ്രഹിപ്പാൻ തക്കവടിയായി കാടപ്പക്ഷികളെ അവർക്ക് നൽകി. ദൈവത്തിന് സ്തോത്രം. ആദ്യം അവിടെ വസ്ത്രം ദൈവത്തിന് ജീർണിച്ചു പോകാതെ ചെരുപ്പ് തെഞ്ഞു പോകാതെ 40 വർഷക്കാലം മരുഭൂമിയിൽ അവരെ പരിപാലിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഹല്ലേലൂയ അവരോട് കൂടെ അവരുടെ സാന്നിധ്യം അവരോട് കൂടെ അവരെ മാനിച്ചത് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ സാന്നിധ്യമാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം. പ്രൈസ് ഹല്ലേലൂയ നാം വായിക്കുന്നു 1 കൊരിന്ത്യർ 10-1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പ്രകാരം വായിക്കുന്നു. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെ വാക്യം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞുവെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നാം വായിച്ചു, മരുഭൂമിയിൽ നമ്മുടെ പിതാക്കന്മാരെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു, ചെങ്കടലിൽ വഴി നടത്തി. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടങ്ങളും കടന്നു വന്നപ്പോൾ ദൈവം അതിനൊക്കെയും പ്രതിഫലം നൽകി. ആഹാരമില്ലാഞ്ഞ സ്ഥാനങ്ങളിൽ ദൈവത്തിന് സ്തോത്രം അവർക്ക് സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ ഭണ്ഡാരത്തെ തുറന്ന് ആഹാരം നൽകി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ വെള്ളമില്ലാഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഒരു കാരണവശാലും തീക്കൽ പാറയിൽ നിന്ന് വെള്ളം ലഭിക്കുക എന്നുള്ള അസാധ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ
ആ തീക്കൽ പാറയിൽ നിന്ന് അവർക്ക് ദൈവത്തിന് സ്തോത്രം. അവിടെ നാം വായിക്കുന്നു 78-ാം സങ്കീർത്തനത്തിന്റെ 16-ാം വാക്യത്തെ നാം പ്രകാരം വായിക്കുന്നു. 15-ാം വാക്യത്തിൽ ദൈവത്തിന് സ്തോത്രം. അതേ തീക്കൽ പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികളെ പോലെ ഒഴുക്കുമാറാക്കി. അതിന്റെ മുകളിലത്തെ വാക്യം കൊണ്ടെന്ന് വായിച്ചു. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു, ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. അവിടെ നാം വായിക്കുന്നു ദൈവത്തിന് സ്തോത്രം. തീക്കൽ പാറയിൽ നിന്ന് വെള്ളം വരുവാൻ അസാധ്യമാ, അതുകൊണ്ട് പാറയിൽ നിന്ന് ഇറങ്ങിയ വെള്ളം ആഴിയായി ഒഴുകി, സമുദ്രമായി ഒഴുകി എന്ന് പറഞ്ഞാൽ പാറയുടെ വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം. ദൈവത്തിന് സ്തോത്രം വായിക്കുന്നു. അതെ, പാറയിൽ നിന്ന് ഇറങ്ങിയ വെള്ളം സമുദ്രമായിട്ടൊഴുകി, അത് നദിയായിട്ടൊഴുകി, നദി തോടായി മാറി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അനുഗ്രഹമാണ് അവിടെ നമ്മളെ കാണിക്കുന്നത്. ഭൂമിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം ഒരു ഉറവയാ, തോടായി, നദിയായി, അതേ സമുദ്രമായി മാറുക. ദൈവത്തിന്റെ അനുഗ്രഹം അങ്ങനെയല്ല, സമൃദ്ധിയിൽ നിന്നുള്ള അനുഗ്രഹം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അത് സമൃദ്ധിയായി ഒഴുകുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. അത് ഇസ്രായേൽ പാളത്തിന് തോടുകളായിട്ട് കവിഞ്ഞൊഴുകിയ നാം വായിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങേവരെ പോഷിപ്പിച്ച് നടത്തിയ ദൈവം. നമ്മളെയും കഴിഞ്ഞ കാലങ്ങളിൽ ഈ മരുഭൂമി യാത്രയിൽ ദൈവം നടത്തിയ വഴികൾ നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഇവിടെ കൊണ്ടു നാം വന്നതല്ല. ദൈവത്തിന് സ്തോത്രം. നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ളവര്, നമ്മൾ കഴിവുള്ളവര് നാട്ടിലായിരിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. അതേ, ബലവാന്മാരെ ലജ്ജിപ്പാൻ ദൈവം ബലഹീനന്മാരെ തെരഞ്ഞെടുത്തു. അത് ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം അജ്ഞാനികളെ തെരഞ്ഞെടുത്തു. അജ്ഞാനികളായ ബലഹീനരായ നമ്മെ അവിയായി ദേശത്ത് കൊണ്ടും ദേശത്തെ സമ്പന്നത അനുഭവിക്കുന്നു. അവിയാത് ദൈവം നമ്മളെ ഇവിടെ കൊണ്ടുവന്ന. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് നൽകിയ സമൃദ്ധി, അലിയ നമ്മുടെ തലമുറക്ക് നൽകിയ സമൃദ്ധികൾ നാം മറന്ന ഹല്ലേലൂയ, ഈ ഭൂമി, ഈ രാജ്യത്ത് നാം ജീവിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സർവവും ദൈവം തന്ന ദാനം അനുഭവിക്കുമ്പോൾ ദാതാവിനെ ഭയപ്പെടണം. ദാതാവിന്റെ കൽപ്പന പ്രകാരം നാം ജീവിക്കണം. ഹല്ലേലൂയ. എങ്കിൽ അത് നമുക്ക് ശുഭമായി തീരുവാൻ തക്കൊണ്ടയായി തീരത്തുള്ളൂ. ഹല്ലേലൂയ. അത് 84-ാം സങ്കീർത്തനം ഞാൻ വായിച്ചത്. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കത്തില്ല. അതിന്റെ മറുവശം, നേരോടെ നടന്നില്ലെങ്കിൽ നന്മകൾ തടയപ്പെടും. ദൈവത്തിന് സ്തോത്രം. അത് നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മരുഭൂമിയിൽ ദൈവം സമൃദ്ധിയായി ഇസ്രായേൽ ജനത്തെ നടത്തി അവരോടൊപ്പം ഇരുന്നു. ദൈവത്തിന് സ്തോത്രം. നടത്തിയത് അവരോട് നാം വഴങ്ങി വായിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സമാഗമന കൂടാരത്തിൽ ദൈവം അധിവസിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം, നിയമപട്ടണത്തിൽ അതിന്റെ മുകളിൽ ദൈവത്തിന്റെ മേഘം അതിനെ കവർ ചെയ്തു. ദൈവസാന്നിധ്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് മേഘം മുകളിൽ നിന്നതുകൊണ്ടാണ്. മേഘം പൊങ്ങുമ്പോൾ അവർ യാത്ര ചെയ്യും. ഹല്ലേലൂയ. മേഘം നിൽക്കുമ്പോൾ അവർ കൂടാരമടിക്കും. അങ്ങനെ ഇസ്രായേൽ പഴയ ഭക്തന്മാർ മരുഭൂമിയിൽ യാത്ര ചെയ്തത്. നമ്മളും ദൈവസാന്നിധ്യം നമ്മൾ ഉണ്ടെങ്കിൽ, ദൈവസാന്നിധ്യപ്രകാരം നാം യാത്ര ചെയ്താൽ ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ലക്ഷ്യം തെറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവ സാന്നിധ്യമില്ലാതെ ആ ദൈവത്തോട് പിറുപിറുത്ത് മറുതലിച്ച് യാത്ര ചെയ്ത അനേകര് മരുഭൂമി പട്ടുപോകാൻ തങ്ങോടെയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെയും നമ്മുടെ ബുദ്ധി ഉപദേശത്തിന് എഴുതിയിരിക്കുന്നത്. ആകയാൽ ഇന്ന് മരുഭൂമി നമുക്ക് നൽകിയ സമൃദ്ധി നാം സമൃദ്ധിയോട് അനുഭവിക്കുമ്പോൾ ദൈവം തന്നതാ. ഹല്ലേലൂയ. അതായത് നമുക്ക് അനുഭവിക്കാം. അനുഭവിക്കുമ്പോൾ തന്ന ദാതാവിനെ മറക്കരുത്. ദാതാവിന്റെ കൽപ്പന പ്രകാരം നാം ജീവിക്കണം. ഹല്ലേലൂയ. മാത്രമല്ല, നാം ഇവിടെ സ്ഥിരവാസികളല്ല. ഹല്ലേലൂയ. നമ്മുടെ ലക്ഷ്യം നിത്യതയാ, സ്വർഗീയ സിയോന. ദൈവത്തിന് സ്തോത്രം. നാം മരുഭൂമി യാത്രക്കാരാ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രമാകിയാൽ ഇവിടെ നമ്മുടെ കണ്ണ് ഭൂമിയിൽ പതിയാതെ നമ്മുടെ കണ്ണ് ഉയരത്തിലായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവം തരുന്ന നന്മകൾ നമുക്ക് അനുഭവിക്കാം. ദൈവം തന്നതാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ മറന്ന് നാം അനുഭവിക്കരുത്. ഹല്ലേലൂയ. തരുമ്പോൾ നാം ഒരാഹാരം കഴിക്കുമ്പോഴും ഒരു സമൃദ്ധി അനുഭവിക്കുമ്പോഴും ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം കടന്നു വന്ന വഴികൾ മറക്കരുത്. ഹല്ലേലൂയ. വെട്ടിയിട്ട പാറയിലേക്കും കുഴിഗർഭത്തിലേക്ക് നാം നോക്കാണ്. യെശയ്യാപ്രവാചകൻ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മെ എവിടുന്ന് കൊണ്ടുവന്നു, നമ്മളെ എങ്ങനെ കൊണ്ടുവന്നു, നാം ഇപ്പൊ എങ്ങനെയായിരിക്കുന്നു, നാം നമ്മുടെ തലമുറയെ പ്രകാരമായിരിക്കുന്നു. ഹല്ലേലൂയ. അത് മറന്ന് അധികം നാം ജീവിക്കരുത്. അത് ഇവിടെ പറയും, ദൈവ സാന്നിധ്യം നമ്മളോട് ഉണ്ടെങ്കിൽ നാം ഒരിക്കലും ദൈവത്തെ മറക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 2 ശമൂവേൽ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
രണ്ടു സമൂഹയിലെ 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില് ഞാൻ ഇപ്രകാരം വായിക്കുന്നു. ദാവീദ് പഞ്ഞിനൂലങ്കി ധരിച്ചുകൊണ്ട് പൂർണ്ണ ശക്തിയോടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. സ്തോത്രം. ദാവീദ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവാ. ആട്ടിടയനായ ദാവീദിനെ അവിടുന്ന് വിളിച്ചു വരുത്തി. തനിക്ക് മറ്റ് 7 സഹോദരന്മാരെയാണ് പിതാവ് ശ്രേഷ്ഠന്മാരായിട്ട് കണ്ടത്. ദാവീദിനെ ഗമനിച്ചില്ല. ദൈവം ശ്രേഷ്ഠനായിട്ട് ദാവീദിനെ കണ്ടു. ആട്ടിടയനായ ദാവീദിനെ വിളിച്ചു വരുത്തി അഭിഷേകം ചെയ്തു. രാജാവാക്കി കിരീടം നൽകി. രാജസിംഹാസനം നൽകി, രാജവസ്ത്രം നൽകി, അധികാരം നൽകി. എന്നാൽ ദൈവത്തിന്റെ നിയമവട്ടത്തിന് മുമ്പിൽ ആരാധിക്കാൻ കടന്നു വന്നപ്പോൾ അധികാരം മാറ്റിവെച്ചു, സിംഹാസനം മാറ്റിവെച്ചു, ചെങ്കോല് മാറ്റിവെച്ചു, രാജവസ്ത്രം മാറ്റിവെച്ചു. അതേ പഞ്ഞിനൂല് ധരിച്ചുകൊണ്ട് സാധാരണക്കാരനെ പോലെ ദൈവത്തെ ആരാധിപ്പാൻ തക്കവടിയായി തീർന്നു. അവന്റെ തലമുറയെ ദൈവം മാനിച്ചു. അവന്റെ തലമുറയിൽ ലോകരക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തു ജനിപ്പാൻ തക്കവടിയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ തലമുറയെ ദൈവം മാനിക്കണമെങ്കിൽ, അനുഗ്രഹിക്കണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ താഴ്മയോടെ വിനയത്തോടെ നാം ആയിരിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ബൈസോ ഹല്ലേലൂയ. ഇവിടെ നാം വായിച്ചു. ദൈവത്തിന് സ്തോത്രം. ബൈസോ ഹല്ലേലൂയ. പോയതുകൊണ്ട് വാക്യങ്ങൾ വായിക്കുന്നില്ല. എഫെസ്യലേഖനം 3-ാം അധ്യായം പഴയ പറഞ്ഞു, കർത്താവ് നമ്മിൽ വസിക്കുന്നു. ഗലാത്യലേഖനം 3:27 പറയുന്നു, ദൈവത്തിന് സ്തോത്രം, കർത്താവിനോട് സ്നാനമേൽക്കാൻ സ്നാനമേറ്റവരായിട്ടും ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ഗലാത്യ 4:6 കൂടെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. നമ്മൾ ഈ ക്രിസ്തു കൊണ്ട് നാം ക്രിസ്തുവിനെ ധരിച്ചവരാ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നു. അപ്പാ പിതാവിനെ വിളിക്കാൻ വേണ്ടി ദൈവത്തിന് സ്തോത്രം. ദൈവസ്ഥാനത്ത് നമ്മളിലുണ്ട്. ഹല്ലേലൂയ. ദൈവം നമ്മളിലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ നാം ധരിച്ചിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ദൈവം മറ്റുള്ളവർക്ക് കർത്താവിനെ ഉയർത്തുന്നവരായിരിക്കണം, മാതൃകയുള്ളവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ ദൈവസ്ഥാനത്ത് നമ്മളുള്ളപ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവഹിതപ്രകാരം നാം ജീവിച്ച് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മ ലക്ഷ്യത്തെ എത്തിച്ചേരുവാൻ ദൈവമൊക്കെയാക്കി തീർക്കണം. ദൈവസ്ഥാനത്ത് നമ്മളിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, നമുക്കും നമ്മുടെ ഭവനത്തിനും അത് അനുഗ്രഹമായി തീരുവാൻ കൂടെയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രത്തിന്റെ വീട്ടിൽ ഹല്ലേലൂയ നിയമപെട്ടകം 3 മാസമേ ഇരുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കാൻ തക്കപടിയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവ സാന്നിധ്യമുള്ള ദൈവം നമ്മളിൽ വസിക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടാതെ നാം ദൈവറിവില്ലായിരുന്നാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും, നമ്മുടെ ഭവനത്തെ അനുഗ്രഹിക്കും, നമുക്ക് വിശ്രാന്തി നൽകുവാൻ തക്കവടിയായി തീരും. ദാവീദിനെ പോലെ ദൈവസന്നിധി നമുക്ക് താഴ്മയും വിനയം ലഭിക്കാൻ തക്കവടിയായി തീരും. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ബൈസ്രോഡ്. നമ്മുടെ ലക്ഷ്യം ഇവിടെയല്ല, നമ്മുടെ ലക്ഷ്യം നിത്യതയ്ക്ക് വേണ്ടി നിങ്ങൾ നമുക്ക് ഒരുങ്ങാം. ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തി കളയാതെ ദൈവറിവിൽ മുന്നേറാം. ആത്മനിറവിൽ ദൈവത്തെ ആരാധിപ്പാൻ, ആത്മശക്തിയിൽ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും നമ്മളിൽ വെളിപ്പെടുവാൻ തക്കണം ഇടയായി തീരട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം. കർത്താവിന്റെ ഒരു ഉപാസനമായി ലോക സംഭവങ്ങൾ വിളിച്ചറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ ഉയർത്താൻ നമുക്കുണരും. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകാം. ദൈവത്തിന് സ്തോത്രം. താങ്ക് യു ബ്രദർ. തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു, നിൻ തിരുസന്നിധിയിൽ ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്റെയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു. എൻ ക്രിയയാലല്ല നിന്റെയാൽ മാത്രം ഞാനിന്നു കുമ്പിടുന്നു.